നമസ്കാരം. ലൈറ്റ്സ് ക്യാമറ ആക്ഷൻ എന്ന നമ്മുടെ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ നിങ്ങളുടെ ശാന്തിവിള ദിനേശ്. നനച്ചിരിക്കാതെ പോയി എന്നൊന്നും ഞാൻ പറയില്ല. കഴിഞ്ഞ 2-3 വർഷമായിട്ട് ഷിനിച്ചേട്ടൻ പേടിപ്പിക്കുന്നതായിരുന്നു നമ്മളെ. ഇന്ന് പോകും നാളെ പോകുന്നൊക്കെ. എത്ര പ്രാവശ്യം ആശുപത്രിയിലായി, എത്ര ഗുരുതരാവസ്ഥയിലേക്ക് പോയിട്ട് തിരിച്ച് ജീവിതത്തിലേക്ക് വന്നു. ഞാൻ അദ്ദേഹം രോഗിയായ ശേഷം ഇന്നുവരെ വിളിച്ചിട്ടില്ല. എനിക്ക് എന്തെങ്കിലും അറിയാനുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ അക്കൗണ്ടൻ്റായ കൃഷ്ണകുമാർ വഴിയാണ് ഞാൻ എല്ലാം അറിയാറ്. എന്തോ ഷീനിച്ചേട്ടനെ വിളിച്ച് സംസാരിക്കാൻ എനിക്ക് തോന്നിയില്ല. കഴിഞ്ഞ 2-3 എപ്പിസോഡിന് മുമ്പ് ഞാൻ ഒരു കാര്യം പറഞ്ഞു. പൂർണ്ണമായും റെസ്റ്റ് എടുക്കുന്ന മധുസാറിനെയും രോഗാതുരനായ ഷീനിച്ചേട്ടനെയും സമൂഹത്തിൻ്റെ മുന്നിൽ പ്രദർശിപ്പിച്ച് അപഹാസ്യരാക്കരുത് എന്ന് ഞാൻ പറഞ്ഞിരുന്നു. മധുസാറിൻ്റെ വീട്ടിൽ ഞാൻ ഇന്നലെ ഏറ്റവും നോക്കുമ്പോൾ ഒരു പെണ്ണ് ജയമാലിനി ആരോ ഡാൻസ് കളിക്കുമ്പോൾ കിടന്ന് സാറിന് മുമ്പ് കാണിക്കുന്നു. സാർ താടി കൈയും കൊടുത്ത് ഇങ്ങനെ ഇരിക്കുന്നു. നല്ല പ്രായമായിരുന്നെങ്കിൽ സാർ ചവിട്ടി കൊടുത്തത്. ആ വലിയ മനുഷ്യൻ എന്തിനാണ് ഇങ്ങനെ വിഷമിപ്പിക്കുന്നതെന്ന് എനിക്കുണ്ട്. ഒരു 150 രൂപ വരെ ഒരു നേരെ ഇത് വാങ്ങിച്ചുകൊണ്ട് 5 പേര് ചെല്ലും. എന്നിട്ട് ഒരു കൂറ പെണ്ണ് അങ്ങനെ മുമ്പ് കിടന്ന് കളിക്കുന്നു. ഏതോ പടത്തിൽ ജയമാലിനിയോ അതുപോലുള്ള ഏതോ ഡാൻസർ ചെയ്ത പാട്ടാണെന്ന് തോന്നുന്നു. എന്നിട്ട് സാറിൻ്റെ കയ്യിലും കാലിലും ഒക്കെ ചെന്ന് ഇങ്ങനെയൊക്കെ ആക്കും. അതുപോലെയായിരുന്നു ഷീനിച്ചേട്ടനെയും. ഷീനിച്ചേട്ടൻ ഇതൊന്നും വകവയ്ക്കില്ലെങ്കിലും അദ്ദേഹത്തിൻ്റെ നല്ല കാലത്ത് അദ്ദേഹം ഒരിക്കലും ഇതുപോലെ ഒരു ബഫൂൺ വേഷം കെട്ടിയിട്ടില്ല. ഏതോ ഒരു ചാനലിൻ്റെ പ്രോഗ്രാമിൽ, ജഗദീഷൊക്കെയുള്ള ഒരു പ്രോഗ്രാമിൽ കോട്ടൊക്കെ ഇട്ട് അപഹാസ്യനായി ഷീനിച്ചേട്ടനെ കൊണ്ടിരുത്തിക്ക് കണ്ടപ്പോൾ എനിക്ക് വിഷമം തോന്നി. അതാണ് ഞാൻ അന്ന് പറഞ്ഞത്. എന്തായാലും നമുക്ക് ജീവിതത്തിലേക്ക് തിരിച്ചു വരില്ല എന്ന് ഉറപ്പുണ്ടെങ്കിൽ, ഞാനായാലും ശരി, അയാൾ ഇനി തിരിച്ചു വരില്ല എന്ന് തോന്നിയാൽ അപ്പോൾ ഇവിടെ ഒഴിയണം എന്ന അഭിപ്രായക്കാരനാണ് ഞാൻ. അതാരായാലും. അതിന് പകരം വീട്ടുകാരെ മുഴുവൻ വിഷമിപ്പിച്ച് അവർക്കൊരു കാര്യത്തിനും പോകാൻ പറ്റാതെ, പ്രത്യേകിച്ചും ഷീനിച്ചേട്ടൻ്റെ വീട്ടിൽ അദ്ദേഹത്തിൻ്റെ ഭാര്യ വിമല ടീച്ചർ മാത്രമേ ഉള്ളൂ, പിന്നെ ജോലിക്കാരും കാണും. എത്ര ബുദ്ധിമുട്ടും അവർക്ക് അവരുടേതായ സ്വകാര്യതയിലേക്ക് എങ്ങും പോകാൻ പറ്റില്ല. ഷീനിച്ചേട്ടനെ ശരണമെന്ന് പറഞ്ഞ് ഇരിക്കേണ്ടി വരും. ഒന്നാമത് കൊതുതീരെ പ്രേമിച്ച് കല്യാണം കഴിച്ചവരല്ലേ. ആർക്കും ഒരു ഭാരമാവാതെ ഷീനിച്ചേട്ടൻ പോയി. ഇന്ന് സത്യമായിട്ട് കരയുന്ന കണ്ടപ്പോൾ ഒരു അഭിമുഖത്തിൽ പറഞ്ഞു തുടങ്ങിയപ്പോൾ തന്നെ അദ്ദേഹം വിതുമ്പിപ്പോയി. ശരി, കാണാമെന്നിട്ട് അദ്ദേഹം കാറി കയറിപ്പോയി. എനിക്കെന്തോ അതൊന്നും സഹിക്കാൻ പറ്റില്ല. സത്യേട്ടൻ്റെ ഇടം കൈയും വലം കൈയും ആയിരുന്ന 2 പേരാണ്. ഒന്ന് ശ്രീനിവാസനും ഒന്ന് ലോഹിതദാസും. 2 പേര് പോയി. എന്തായാലും 69ാമത്തെ വയസ്സിൽ, ഞാൻ ഇന്നാണ് അറിയുന്നത് ഷീനിച്ചേട്ടൻ 69 വയസ്സേ ഉള്ളൂ. മമ്മൂട്ടി എന്നാണ് വിളിക്കുന്നത്. അല്ല, മമ്മൂക്കാന്നൊന്നുമല്ല. അത്രേ പ്രായമുള്ളൂ എന്ന് എനിക്കൊരു ഇപ്പോഴും സന്ദേഹമുണ്ട്. വീട്ടുകാരല്ലല്ലോ ഈ പ്രായമൊക്കെ നിശ്ചയിക്കുന്നത് ചാനലുകളിൽ. ഒരു എന്താ പറയുക, അദ്ദേഹത്തിന് കിട്ടേണ്ട എല്ലാ ബഹുമതികളും നേടിക്കൊണ്ട് തന്നെയാണ് അദ്ദേഹം വിട പറഞ്ഞത്. കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയും പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയും മമ്മൂട്ടിയും മോഹൻലാലും ദിലീപും ഒക്കെ ചെല്ലേണ്ടവരെല്ലാം ചെന്നു എന്ന് ഞാൻ പറയും. ഒരു സിനിമാക്കാരനും മാറി നിന്നില്ല. തീർച്ചയായിട്ടും നല്ല യാത്രയപ്പായിരുന്നു ഷീനിച്ചേട്ടൻ. മമ്മൂട്ടിയാണെങ്കിൽ അദ്ദേഹം ഞെട്ടിക്കാണും ശരിക്കും. കാരണം അദ്ദേഹം വീട്ടിൽ പോയി വിമല ടീച്ചറെയൊക്കെ കണ്ടു, ഷീനിച്ചേട്ടനെയും കണ്ടു. തിരിച്ച് ടൗൺ ഹാളിലും വന്നു. അർഹതപ്പെട്ട എന്താ പറയുക, ആളുകളുടെ എല്ലാ പിന്തുണയും പ്രാർത്ഥനയും വാങ്ങിക്കൊണ്ട് തന്നെയാണ് ഷീനിച്ചേട്ടൻ വിട പറഞ്ഞത്. എനിക്കിന്നലെ മറ്റേ മലയാള സിനിമയിലെ ഒരു മാന്യനുണ്ടല്ലോ, അയാൾ കൊടുത്ത പോക്സോ കേസിൽ സൈബർ പോലീസുകാരെ ബാധിക്കുന്ന ദിവസമായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, സൈബർ കേസുകൾ ബാധിക്കുന്ന, അല്ലെങ്കിൽ ഫാസ്റ്റ് ട്രാക്ക് കോടതിയിൽ, ഈ പോക്സോ കോടതിയിൽ നമുക്ക് പ്രതിപ്പട്ടികയിൽ നിൽക്കുന്നവർക്ക് മാറി നിൽക്കാൻ പറ്റില്ല. അവിടെ നിൽക്കണം, നമ്മൾ ഒരു ലീവും അനുവദിക്കില്ല. അതുകൊണ്ട് അവിടെ പോയിട്ട് വന്നു. ഇന്ന് രാവിലെ എറണാകുളത്ത് പോകാമെന്ന് വിചാരിച്ചാൽ 10 മണിക്ക് എടുക്കുമെന്നില്ലേ പറഞ്ഞേ. നമ്മൾ വേണാടിലൊക്കെ കയറി അവിടെ ഇറങ്ങി തൃപ്പൂണിത്തുറ വരെ, അല്ലെങ്കിൽ ചേട്ടൻ്റെ വീടിൻ്റെ അതുവരെ പോയി എത്തുമ്പോഴേക്കും, എന്നിട്ട് തന്നെ എറണാകുളത്ത് നിന്ന് ഒരാൾ വിളിച്ച് പറഞ്ഞു ഞാൻ കാറുമായിട്ട് വരാമെന്ന്, തൃപ്പൂണിത്തുറ സ്റ്റേഷനിൽ വരാമെന്നൊക്കെ പറഞ്ഞു. പക്ഷേ പ്രാക്ടിക്കൽ അല്ലാത്തതുകൊണ്ട് പോയില്ല. പിന്നെ മധുസാർ ചോദിച്ച പോലെ അവസാനമായി ഷീനിച്ചേട്ടനെ കാണാൻ ഞാൻ ചെന്നൊന്നും. ഷീനിച്ചേട്ടൻ അറിയില്ലല്ലോ, ബാക്കി 3 പേർക്ക് എന്നെ അറിയില്ല.
ഷിനിച്ചേട്ടൻ്റെ ആത്മാവിന് നിത്യശാന്തി നേരാം. നമസ്കാരം. ഒരു സിനിമയിലെ വിചിത്ര കഥാപാത്രത്തെ പറഞ്ഞാൽ ഞാൻ പറയാം അത് ഷിനിച്ചേട്ടനാണ്. അദ്ദേഹം നിരീശ്വരവാദിയാണോ എന്ന് ചോദിച്ചാൽ ഒരിക്കലും അദ്ദേഹം ഉത്തരം പറയില്ല, പകരം ചിരിക്കും. നമ്മൾ സിനിമയിൽ മാമൂലനുസരിച്ച് എല്ലാ ദിവസവും രാവിലെ ഷൂട്ടിംഗ് തുടങ്ങാൻ നേരത്ത് ആർട്ട് ഡയറക്ടറുടെ അസിസ്റ്റന്റുമാരിൽ ഒരാൾ തേങ്ങയിൽ ചൂടൊക്കെ വെച്ച് കത്തിച്ച് ക്യാമറയെ 3 പ്രാവശ്യം ഒഴിഞ്ഞിട്ട് ക്യാമറമാൻ ആദ്യം നീട്ട്, പിന്നെ സംവിധായകനും പിന്നെ അവിടെ നിൽക്കുന്ന എല്ലാവർക്കും തുഴാൻ കൊടുക്കും. ഇന്നൊരു വിഘ്നം ഉണ്ടാകരുതേ എന്ന് പറയാനുണ്ട്. എന്നിട്ട് തേങ്ങ കൊണ്ട് ഉടയ്ക്കും. ഒരു സിനിമ സെറ്റിലും ഷിനിച്ചേട്ടൻ ഈ തേങ്ങയിൽ ഒഴിയേയില്ല. ഇത്രേ ആക്കുള്ളൂ. അങ്ങനെ നോക്കുകയാണെങ്കിൽ അദ്ദേഹം ഒരു നിരീശ്വരവാദിയാണെന്ന് നമുക്ക് ചിലപ്പോൾ തോന്നാം. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വലിയ നേതാവാണ് ഷിനിച്ചേട്ടൻ്റെ നാട്ടുകാരനായ പാട്യംകാരനാണല്ലോ ഷിനിച്ചേട്ടൻ. പാട്യം ഗോപാലനടക്കം ഒരാൾക്കും കുട്ടിക്കാലത്ത് ഷിനിച്ചേട്ടന് വിശ്വാസമില്ലായിരുന്നു. അപ്പോൾ ഷിനിച്ചേട്ടൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ഉറച്ചു നിൽക്കണമെന്ന് ആഗ്രഹിച്ച ആളായിരുന്നു അദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠൻ രവീന്ദ്രൻ. ഈ അടുത്ത കാലത്ത് മദ്രാസിൽ മരിച്ചു. ഷിനിച്ചേട്ടൻ അറിഞ്ഞോ എന്ന് പോലും അറിയില്ല. അപ്പോൾ വെള്ളരി നാടകം എന്ന് പറഞ്ഞ് ഈ വയൽ കൊയ്ത് കഴിഞ്ഞാൽ ഈ വീക്കെൻഡുകളിൽ അല്ലെങ്കിൽ നമ്മുടെ ഈ പരീക്ഷ കഴിഞ്ഞുള്ള ഒഴിവുവേളകളിലൊക്കെ വെള്ളരി നാടകം ഉണ്ടാക്കുമായിരുന്നു. അങ്ങനെ പാട്യത്തെ ഏതൊരു ക്ലബ്ബ് ഒരു വെള്ളരി നാടകം അവതരിപ്പിക്കാൻ തീരുമാനിച്ചു. അപ്പോൾ ഷിനിച്ചേട്ടൻ്റെ ജ്യേഷ്ഠൻ രവീന്ദ്രൻ പറഞ്ഞു, നമുക്ക് ഷീനിയെ കൊണ്ടെഴുതിക്കാം. പക്ഷേ പാട്യം ഗോപാലിന് വിശ്വാസമില്ലായിരുന്നു. കാരണം ഇയാളൊരു കമ്മ്യൂണിസ്റ്റുകാരനല്ല എന്നാണ് പാട്യം വിശ്വസിക്കുന്നത്. നാടകമൊക്കെ കൊടുക്കാം, ആദ്യം അവൻ്റെ എഴുതിക്കൊണ്ടിരാൻ പറ, ഞാൻ വായിക്കട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ ശ്രീനിവാസനൊരു നാടകം എഴുതി, വെള്ളരി നാടകം എഴുതി വായിക്കാൻ കൊണ്ട് കൊടുത്തു. ഗരീബി ഘട്ടാവോ എന്നായിരുന്നു കോൺഗ്രസിൻ്റെ ഒരു കാലത്തെ മുദ്രാവാക്യമാണല്ലോ, ഗരീബി ഘട്ടാവോ എന്നായിരുന്നു നാടകത്തിൻ്റെ പേര്. അങ്ങനെ ആ നാടകം അവതരിപ്പിച്ചു. നല്ല രസമുള്ള നാടകമായിരുന്നു. ആദ്യകാലങ്ങളിൽ നാടകമൊക്കെ എഴുതുന്ന സമയത്ത് പാട്യം ശ്രീനിവാസനായിരുന്നു, അല്ല വെറും ശ്രീനിവാസനല്ല, പാട്യം ശ്രീനിവാസൻ എന്നായിരുന്നു പേര്. അച്ഛൻ കളരിയൊക്കെ പഠിച്ചിട്ടുള്ള അഭ്യാസിയായ, ഈ അടുത്ത കാലത്ത് ഒരു ഇൻ്റർവ്യൂവിൽ പിണറായി സഖാവ് തന്നെ ഷിനിച്ചേട്ടനോട് പറയണം, നിങ്ങളുടെ അച്ഛൻ പഴയൊരു കളരിയാണ് എന്ന് പറഞ്ഞു. ആണോ, പിന്നെ അടിതടമൊക്കെ പഠിച്ച ആളാണ് നിങ്ങളുടെ അച്ഛൻ. അതെങ്ങനെ അറിയാം? അതൊക്കെ എനിക്കറിയാം എന്ന് പറഞ്ഞു. മോനറിയില്ല അച്ഛൻ എന്തൊക്കെയായിരുന്നു. കാരണം ഒരിക്കലും അച്ഛനും മകനുമായിട്ടുള്ള ബന്ധം നേർരേഖയിൽ പോയതല്ല. അച്ഛനൊരു അധ്യാപകനായതുകൊണ്ട് അല്പം കർക്കശക്കാരനായിരുന്നു. നമ്മളെ സ്ഫടികത്തിലെ തിലകൻ പോലെ, ചാക്കോ മാഷിനെ പോലെ, ആടുതോമയെ പോലെ ആയിരുന്നു ശ്രീനിവാസനെന്നും പറയാം. ഇനി ഭദ്രേട്ട അതൊക്കെ അറിഞ്ഞിട്ടാണോ ഈ കഥ ഉണ്ടാക്കിയതെന്നറിയില്ല. അപ്പോൾ ഉണ്ണിമാഷ് കറകളഞ്ഞ കമ്മ്യൂണിസ്റ്റുകാരനാണ്. ആ നാട്ടിലെല്ലാവർക്കും ബഹുമാനമുള്ള മനുഷ്യനാണ്. ഈ ചില തർക്കങ്ങളൊക്കെ വന്നാൽ ഒത്തുതീർപ്പിന് പോകുന്നത് ഉണ്ണിമാഷാണ്. അറിയപ്പെടുന്ന കമ്മ്യൂണിസ്റ്റുകാരനുമാണ്. രസകരമായ കാര്യം, എന്നും ഒരുമിൽ ഉടക്കായിരുന്നു. 2 ധ്രുവങ്ങളിലായിരുന്നു അച്ഛനും മകനും. അപ്പോൾ ഉണ്ണിമാഷ് ആശുപത്രിയിൽ കിടന്ന് മരിച്ചു. മരിച്ചപ്പോൾ ഡോക്ടർ സർട്ടിഫൈ ചെയ്തു മരിച്ചു. ഒന്നും പഠിക്കാതെ ഷിനിച്ചേട്ടൻ ആ ഡോക്ടറോട് ചോദിച്ചു, ഇനി എന്താ ചെയ്യണ്ടേ എന്ന് ചോദിച്ചു. അദ്ദേഹം ഷാർപ്പാട്ടി പയ്യനെ നോക്കി. അച്ഛനെ ഇനി എന്താ ചെയ്യേണ്ടതെന്നാണ് മകൻ ചോദിക്കുന്നത്. കൊണ്ടുപോയി കുഴിച്ചിടണം എന്ന് ഡോക്ടർ മറുപടി പറഞ്ഞു. ഷിനിച്ചേട്ടൻ തന്നെയാണ് എന്നോട് പറഞ്ഞത്. അമ്മയുടെ പേര് ലക്ഷ്മി. ഒരു സഹോദരിയും 2 സഹോദരന്മാരുമാണ് കൂടപ്പുറപ്പുകളായി ഉള്ളത്. രവീന്ദ്രൻ ജ്യേഷ്ഠൻ, രാജഗോപാൽ അനിയൻ, പിന്നെ വനജ സഹോദരി. 1977 മദ്രാസിലെ ഫിലിം ആൻഡ് ടെലിവിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അഭിനയം പഠിക്കാൻ പോയി. ഷിനിച്ചേട്ടൻ ഏത് അഭിമുഖത്തിലും പറയും, ഞാൻ നടനാവാൻ വേണ്ടി പഠിക്കാൻ പോയതല്ല. പിന്നെ അഭിനയം പഠിക്കാൻ പോണ ആൾ നടനാവാനല്ല, പിന്നെ എന്തിനാണ് പോണേ? അത് നാടകത്തിൽ അല്പം ഉറച്ചു നിൽക്കാൻ വേണ്ടി ചില കാര്യങ്ങൾ പഠിക്കാൻ പോയി. ഇങ്ങനെയൊക്കെ ചെറിയ നിർദോഷമായ തള്ളുകൾ ഷിനിച്ചേട്ടൻ അടിക്കുമായിരുന്നു. സാമ്പത്തിക ശാസ്ത്രത്തിൽ ബിരുദമെടുത്ത ആളാണ്. അല്ലറക്കാരനൊന്നുമല്ല. നമ്മുടെ എറണാകുളത്തൊരു ശ്രീധരേട്ടനുണ്ട്. കാഥികൻ സാംബശിവനെ വെച്ച് പല്ലാങ്കുഴി എന്ന് പറഞ്ഞ സിനിമ എടുത്ത ശ്രീധരേട്ടൻ എനിക്ക് വേണ്ടപ്പെട്ട ആളാണ്. ഷിനിച്ചേട്ടനെ കുറിച്ച് എന്തെങ്കിലും ചോദിച്ചാൽ ശ്രീധരേട്ടൻ്റെ ഒരു 1000 നാവാണ്. അത്രയും ഇഷ്ടമാണ് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും. അപ്പോൾ അദ്ദേഹം സാംബശിവനെ നായകനാക്കി എടുത്ത പല്ലാങ്കുഴി എന്ന് പറഞ്ഞാൽ ഏത് നാട്ടിലാണോ കഥ എന്ന് നടന്നാണെന്നുള്ള മനോഹരമായൊരു പാട്ടൊക്കെ ഉള്ളത്. ആ പടം അദ്ദേഹം ഒരു പടം സംവിധാനം ചെയ്തുള്ളൂ. പിന്നെ അങ്ങനെ സിനിമ ബിസിനസ്സിലേക്കൊക്കെ മാറി.
ആ പടത്തിൽ സാംബശിവന് ഡബ് ചെയ്തിരിക്കുന്നത് ഷീനി ചേട്ടനാണ്. മമ്മൂട്ടിയുടെ ആദ്യ ചിത്രം, വളർന്ന ശേഷമുള്ള ആദ്യ ചിത്രം പിൽക്കാണ്ട് സ്വപ്നങ്ങൾ, KG ജോർജിൻ്റെ മേള, വിധിച്ചതും കൊതിച്ചതും, ഒരു മാടപ്രാവിൻ്റെ കഥ അഷ്റഫിൻ്റെ, ഈ 4 സിനിമകൾക്ക് മമ്മൂട്ടിക്ക് ശബ്ദം കൊടുത്തത് ഷീനി ചേട്ടനായിരുന്നു. 1984 ഓടരുത് അമ്മാവ ആളറിയാം എന്ന് പറഞ്ഞ പ്രിയദർശൻ്റെ 2ാമത്തെ സിനിമയ്ക്ക് തിരക്കഥ എഴുതിക്കൊണ്ടാണ് ഔദ്യോഗികമായി ശ്രീനിവാസൻ തിരക്കഥാകൃത്താവുന്നത്. അതിനു മുമ്പ് 500 രൂപയ്ക്ക് 1000 രൂപയ്ക്കൊക്കെ സ്ക്രിപ്റ്റ് വല്ലവൻ്റെയും പേരിൽ എഴുതി കൊടുത്തിട്ടുണ്ട്. ഇത് പരസ്യമായി ആദ്യമായിട്ട് തിരക്കഥാകൃത്തായി. അതും ഭയങ്കര രസമാണ്. പ്രിയൻ സ്പോട്ടിൽ നിന്നാണല്ലോ സീനുകൾ ഉണ്ടാക്കുന്നത്. ഇപ്പോൾ ഒരു കഥ കയ്യിലുണ്ട്, സ്ക്രിപ്റ്റ് കയ്യിലില്ല, നാളെ ഷൂട്ടിംഗ് തുടങ്ങുകയാണ്. അതിലൊരു വേഷം ചെയ്യാനായിട്ട് ശ്രീനിവാസനെയും വിളിച്ചിട്ടുണ്ട്. അങ്ങനെയാണ് അദ്ദേഹം തിരുവനന്തപുരം ബെൽറ്റിൻ്റെ ആളായി വരുന്നത്. വന്ന് പ്രിയനെ പരിചയപ്പെട്ടു, കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ചോദിച്ചു, എനിക്ക് എൻ്റെ റോൾ എന്താ എന്ന് ചോദിച്ചു. റോൾ എന്താണെന്ന് നിശ്ചയിച്ചില്ല, ഈ സിനിമയിൽ നിങ്ങൾ വേണമെന്നുണ്ട്. അല്ല, റോള് നിശ്ചയിക്കാതെ എങ്ങനെ? അല്ല, റോള് നിശ്ചയിക്കണമെങ്കിൽ തിരക്കഥ വേണ്ടേ? ഇവിടെ തിരക്കഥയൊന്നുമില്ല, ഒരു കഥ മാത്രമേ ഉള്ളൂ. അപ്പം പിന്നെ എന്ത് ചെയ്യും? നിങ്ങൾ തിരക്കഥ എഴുതിയാൽ നിങ്ങൾക്ക് അഭിനയിക്കാം. ഒരു സിനിമ എടുക്കുന്നത് എത്ര ലാഘവത്തോടെ ആലോചിക്കും പ്രിയൻ. പക്ഷെ മനസ്സിൽ സിനിമ ഉണ്ടാവും. അങ്ങനെയാണ് നിവർത്തികേട് കൊണ്ട് ശ്രീനിവാസൻ തിരക്കഥാകൃത്തായി മാറുന്നത്. ഓടരുതമ്മവ ആളറിയാം. 2 സിനിമ സംവിധാനം ചെയ്തത് ഞാൻ പറയണ്ടല്ലോ, ചിന്താവിഷ്ടയായ ശ്യാമളയും വടക്ക് നോക്കിയ യന്ത്രവും. ആ വടക്ക് നോക്കിയ യന്ത്രത്തിലെ നായകൻ്റെ പേര് താളത്തിൽ ദിനേശൻ എന്നാണ്. ഞാൻ കേരളോന്തിക്ക് വേണ്ടി ആദ്യമായിട്ട് ഇൻ്റർവ്യൂ ചെയ്യാൻ പോകുമ്പോഴാണ് ഷീനി ചേട്ടനെ പരിചയപ്പെടുന്നത്. തലണമന്ത്രം എന്ന് പറഞ്ഞ സിനിമയ്ക്ക് വേണ്ടി തിരുവനന്തപുരത്ത് ഹിൽട്ടൺ അല്ല ഹൈലാൻഡ് എന്ന് പറഞ്ഞ ഹോട്ടലിൽ താമസിക്കുമ്പോഴാണ് ഞാൻ വിളിക്കുന്നത് അദ്ദേഹത്തെ. അവിടുന്ന് ഫോൺ എടുത്തു. ഞാൻ പറഞ്ഞു, ഞാൻ കേരളോന്തിക്ക് വേണ്ടി വിളിക്കുകയാണ്, എൻ്റെ പേര് ശാന്തുള്ള ദിനേശ് എന്ന് പറഞ്ഞു. താളത്തിൽ ദിനേശനല്ലല്ലോ എന്നാണ് എൻ്റെ ചോദിച്ചത്. നമ്മൾ ആ 2 സിനിമയും മലയാള സിനിമയുടെ ചരിത്രത്തിൽ നിന്ന് മായ്ക്കാൻ കഴിയില്ല. ഒരു 50 സിനിമ സംവിധാനം ചെയ്യാമായിരുന്നു, കാശ് മതിയെങ്കിൽ. പക്ഷേ ഷീനിച്ചേട്ടൻ കൈ കൊടുത്തിട്ടില്ല ആർക്കും. ചിന്താവിഷയ ശ്യാമള എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. അതിൻ്റെ പ്രിവ്യൂ കലാഭവനിൽ വെച്ചു. അപ്പോൾ പ്രശസ്ത കഥാകൃത്തും തിരക്കഥാകൃത്തും സിനിമാക്കാരുടെ ഒരു ഗോഡ് ഫാദറും ഒക്കെ ആയ ശിവരാമൻ ബാലകൃഷ്ണ സാർ, ഞങ്ങളൊക്കെ ബാലപ്പണൻ എന്നാണ് വിളിക്കുന്നത്, ഈ അടുത്ത കാലത്ത് മരിച്ചു. സാറ് സിനിമ കാണാൻ വന്നു. അപ്പോൾ ഹിന്ദുവിൽ എഴുതുന്ന കാലമാണ്. സിനിമ കണ്ടിട്ട് ഒന്നും പറയാതെ, ശ്രീനിവാസനെ പോലും കാണാതെ അദ്ദേഹം മുങ്ങി. എപ്പോഴും വെള്ളിയും ഡ്രസ്സേ ഇടുള്ളൂ, ഒരു കുട കഷത്ത് വെച്ചേക്ക്, അതും കൊണ്ടങ്ങ് മുങ്ങി. പിന്നെ അല്ലേ ഞാനും ശിവരാജൻ്റെ വീട്ടിൽ ചെന്നു. ഞാനിങ്ങനെ സംസാരിച്ചപ്പോൾ ബാലകൃഷ്ണ സാർ പറഞ്ഞു, നല്ല സബ്ജക്റ്റായിരുന്നു, പക്ഷെ അയാൾ ആവശ്യമില്ലാതെ ഈ ശബരിമലയെ ഒരു ഡോക്യുമെൻ്ററി പോലെ ശബരിമലയെ ഒരുപാട് കുത്തിക്കയറ്റി കളഞ്ഞു. അപ്പം ഞാൻ വന്ന് ശ്രീനിവാസനോട് പറഞ്ഞു, എന്തു പറഞ്ഞു ബാലകൃഷ്ണ സാർ? ഞാൻ പറഞ്ഞു, ശബരിമലയെ ആ പാട്ടും കുറേ സീക്വൻസും അതത്രയും ഓവറായിപ്പോയി എന്ന് പറഞ്ഞു. ഞാനൊരു ഭക്തനല്ലല്ലോ, അതവിടെ കിടക്കട്ടെ എന്ന് ശ്രീനിവാസൻ പറഞ്ഞു. പക്ഷേ അതിലെ ഏറ്റവും ഹൈലൈറ്റ് അയാൾ സന്യാസിയായി മാറുന്നതാണല്ലോ ശബരിമല പോയതിനു ശേഷം. 1956 ഏപ്രിൽ 6-ാം തീയതിയാണ് ഷീനിച്ചേട്ടൻ ജനിച്ചത്. ദിലീപിനെതിരെ കെട്ടിച്ചമച്ച കേസാണ് എന്ന് പരസ്യമായി പറയാൻ യാതൊരു മടിയുമില്ലാതെ പോയ ചുരുക്കം സിനിമാക്കാരിൽ ഒരാളാണ് ഷീനിച്ചേട്ടൻ. ഞാനറിയുന്ന ദിലീപ് 1.5 കോടി എന്നല്ല, 1.5 പൈസ പോലും ചിലവാക്കില്ല. പിന്നല്ലേ അയാൾ 1.5 കോടി രൂപ പൾസറിന് കൊടുക്കാനെന്നാണ് ഷീനിച്ചേട്ടൻ അക്കാലത്ത് പറഞ്ഞത്. കുട്ടിമാമ എന്ന് പറഞ്ഞ പടത്തിൻ്റെ പ്രചരണ സമയത്ത് മനോരമ ന്യൂസിന് നൽകിയ അഭിമുഖത്തിലാണ് ഇത് പറഞ്ഞത്. WCCയുടെ തലയിൽ കണ്ട സംഘടനയില്ലേ, അതിൻ്റെ ആവശ്യവും ഉദ്ദേശവും എന്തിനാണെന്ന് ഇതുവരെ എനിക്ക് മനസ്സിലായിട്ടില്ല എന്നും ആ അഭിമുഖത്തിൽ പറഞ്ഞു. സിനിമയിൽ സ്ത്രീകളെ ചൂഷണം ചെയ്യുന്നില്ല, ആണും പെണ്ണും തുല്യരാണ്. പ്രതിഫലം താരവിപണിയൊക്കെ അതൊക്കെ നിശ്ചയിക്കുന്നത്, താരമാണോ അവർക്ക് തുല്യമായ പ്രതിഫലം ഉണ്ടെന്നൊക്കെ നിശ്ചയിക്കുന്നത് വിപണന മൂല്യമാണ് നിശ്ചയിക്കുന്നത് എന്ന് അർത്ഥശങ്കയ്ക്കിടയില്ലാതെ ഷീനിച്ചേട്ടൻ പറഞ്ഞു. അതിൽ നയൻതാരയുടെ പ്രതിഫലം മറ്റൊരാൾക്ക് കിട്ടുന്നുണ്ടോ എന്നും ചോദിച്ചു. ഒരു സംഘടനയെയും നശിപ്പിക്കാനല്ല ഞാൻ സംസാരിക്കുന്നത്, ചില കാര്യങ്ങൾക്ക് അതിർവരമ്പുകൾ ഉള്ളതുകൊണ്ട് കൂടുതൽ ഞാൻ പറയുന്നില്ല എന്ന് പറഞ്ഞത് അവസാനിപ്പിച്ചു. ഷീനിച്ചേട്ടൻ ആരോഗ്യവാനായിരുന്നെങ്കിൽ ഇപ്പോൾ ഇവിടെ തലകുത്തി മറിയുന്ന ഒരു പെണ്ണുപിള്ളയെ വലിച്ചു കീറി ഭിത്തിയിൽ ഒട്ടിച്ചനെ എന്ന എനിക്ക് ഉറപ്പുണ്ട്. അദ്ദേഹം ആരോഗ്യവാനായിരുന്നെങ്കിൽ ഇപ്പോൾ ദിലീപിനെതിരെ ഉറഞ്ഞു തുള്ളുന്ന ഒരു വേതാളം ഉണ്ടല്ലോ, വലിച്ചു കീറി 2 ചുവരിലൊട്ടിച്ചോളെ.
പാരലൽ കോളേജിൽ കുറച്ചു കാലം ഷീനിച്ചേട്ടൻ പഠിപ്പിച്ചിരുന്നു, അധ്യാപകനായിരുന്നു. അങ്ങനെ പാരലൽ കോളേജിലേക്ക് പോകുന്ന യാത്രയിലാണ് പ്രീ ഡിഗ്രിക്ക് പഠിക്കുന്ന വിമലയെ കൈ കിട്ടിയത്. അയൽവാസിയാണ്. ഡിഗ്രി കാലത്ത് ശ്രീനിവാസൻ പാട്യം വിട്ടു. അമ്മ വീട് ഇവിടെയാണ്, മട്ടന്നൂരിലാണ് താമസം. കുറേ കാലം അവിടെയായിരുന്നു. ഡിഗ്രി കഴിഞ്ഞിട്ട് വീണ്ടും പാട്യത്തേക്ക് മടങ്ങി. പിന്നെയും വിമലയെ കണ്ടു, സംസാരിച്ചു, പ്രണയത്തിലേക്ക് നടന്ന് കയറി. അത് കഴിഞ്ഞാണ് ചെന്നൈയിൽ ഭാഗ്യം തേടി പഠിക്കാൻ പോയത്, ഇൻസ്റ്റിറ്റ്യൂട്ടിൽ. അവിടെ മുതലാണ് പ്രണയലേഖനത്തിൻ്റെ കാലം തുടങ്ങുന്നത്. ഒരു ജീവിതത്തിലൊരു അടിത്തറയാകാത്ത കാലത്ത് വിമലയെ രജിസ്റ്റർ ചെയ്യേണ്ടി വന്നു. ഇല്ലെങ്കിൽ അവരെ വേറെ വല്ലവനും കെട്ടിക്കൊണ്ട് പോകും. എത്രയും വേഗം നല്ല ഒരു ആലോചന വരുമ്പോൾ അത് നോക്കുന്നതാണ് ബുദ്ധി എന്ന് വിമലയെ ഉപദേശിച്ച ആളാണ് ഷീനിച്ചേട്ടൻ. ഇളകിയ അടിത്തറയാണ് എൻ്റെ പ്രശ്നമെന്നും തുറന്നു പറഞ്ഞു. ഈ സമയം വിമല വെറും വിമല അല്ല, അപ്പോഴത്തേക്ക് അവർ വിമല ടീച്ചറായി മാറി, LP സ്കൂളിലെ അധ്യാപികയായി. ഒപ്പം MA പഠനവും നടത്തിയിരുന്നു. എനിക്ക് മറ്റൊരു വിവാഹത്തിന് താല്പര്യമില്ല, എനിക്ക് അതിന് കഴിയില്ല, അതായിരുന്നു വിമല ടീച്ചറുടെ മറുപടി. ഒരു നല്ല ബോൾഡാണ്. സിനിമയിൽ ആരുമാകാത്ത കാലത്ത് 1984 ശ്രീനിവാസൻ വിമലയെ രജിസ്റ്റർ ചെയ്തു. കതിരൂർ, നമ്മളെ പ്രശസ്തമായ കതിരൂർ ഗുരുക്കളൊക്കെ ഉള്ള കതിരൂർ സബ് രജിസ്റ്ററിൽ ഓഫീസിൽ പോയിട്ട് ഒപ്പിട്ടു. ഒരു കഥ, ഒരു നുണക്കഥയുടെ തിരക്കഥ പൊളിച്ചെഴുതുന്ന കാലമാണ്. അതിൽ ഇന്നസെൻ്റാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ മോഹനാണ് ഡയറക്റ്റ് ചെയ്യുന്നത്. എല്ലാവരും പോയി കേട്ടോ. ഇപ്പോൾ അവിടെ അവരെല്ലാം കൂടെ മീറ്റിംഗ് കൂടെ ആയിരിക്കും. സ്ക്രിപ്റ്റിൽ കൊള്ളാവുന്ന ഒരു ഡയലോഗ് പോലും ഇല്ല. അങ്ങനെ ഇന്നസെൻ്റ് സ്ക്രിപ്റ്റ് എടുത്ത് ശ്രീനിവാസൻ്റെ കൈ കൊടുത്തു. നമുക്ക് രണ്ടുപേരും കൂടെ തിരുത്താം, ചർച്ച ചെയ്ത് തിരുത്താമെന്ന് ഇന്നസെൻ്റ് പറഞ്ഞു. അങ്ങനെ തിരുത്തി സ്ക്രിപ്റ്റ് ആക്കിക്കൊണ്ടിരിക്കുന്ന കാലത്താണ് ഇന്നസെൻ്റിനോട് പുള്ളി പറയുന്നത്, എനിക്ക് നാളെ നാട്ടിലേക്ക് പോകണം, ഒരു പെൺകുട്ടിയെ രജിസ്റ്റർ മാരേജ് ചെയ്യണം. ആരെങ്കിലും പറയുക, ആലോചിക്കുക, കൂളായിട്ട് പറയണം, എനിക്ക് നാളെ പാട്ടിത്ത് പോകണം, ഒരു പെൺകുട്ടിയെ രജിസ്റ്റർ മാരേജ് ചെയ്യണം. ഗുഡ് നൈറ്റ് മോഹനേക്കാളും വലിയ നിർമ്മാതാവാണ് ഒരു നുണക്കഥയുടെ നിർമ്മാതാവ് ഇന്നസെൻ്റ്. 10 പൈസ കയ്യില്ല. കക്ഷിയുടെ കയ്യിൽ 10 പൈസ ഇല്ല എന്ന് ശ്രീനിവാസനും അറിയാം. പോകാനായി ഇറങ്ങുമ്പോൾ ഒരു 400 രൂപ എടുത്ത് ഇന്നസെൻ്റ് കൈ കൊടുത്തു. 84 94, 94, 104, 114, 140 വർഷം മുമ്പാണ്. മോശമല്ലാത്ത തുകയാണ്. അപ്പോൾ ചോദിച്ചു, നിങ്ങളിൽ പൈസ ഇല്ല എന്നല്ലേ പറഞ്ഞു, ഇതെവിടെ നിന്ന് ഒപ്പിച്ചു എന്നിട്ടും പറഞ്ഞു, ആലീസിൻ്റെ 2 വള മാർവാടിക്ക് പണയം വെച്ചു. ഈ വളകൾ പതിവായി മാർവാടിയുടെ പെട്ടിയിൽ ഉറങ്ങുന്നതാണ്, അതുകൊണ്ട് പ്രശ്നമില്ല. ഇന്നസെൻറ്റിന് സ്ഥിരം പണയം വയ്ക്കുന്നതാണ്. രജിസ്റ്റർ മാരേജ് ആയാലും വിവാഹ സാരി വാങ്ങിത്തരണമെന്ന് വിമല ആഗ്രഹം പ്രകടിപ്പിച്ചിരുന്നു ശ്രീനിവാസനോട്. നിങ്ങൾ എൻ്റെ വീട്ടുകാരുടെ സമ്മതം ഇല്ലാതെ എന്നെ രജിസ്റ്റർ ചെയ്യുന്നു, ഓക്കെ ഞാൻ വരാം, പക്ഷേ ഒരു വിവാഹ സാരിയെങ്കിലും എനിക്ക് അന്ന് വാങ്ങിത്തരണം എന്ന് പറഞ്ഞിരുന്നു. സാരി വാങ്ങിച്ചു, സാരി ഒപ്പിച്ചു. അപ്പോഴാണ് അമ്മയുടെ ചോദ്യം, അല്ല നാളെ രജിസ്റ്റർ ചെയ്തിട്ടേ താലി കെട്ടണ്ടേ എന്ന് ചോദിച്ചു. ഇല്ല, താലിമാല വേണം എന്ന് അമ്മ ചടിച്ചു. താലി കെട്ടാതെ ഞാൻ സമ്മതിക്കില്ല എന്നും പറഞ്ഞു. അപ്പം മാഷിൻ്റെ അച്ഛൻ്റെ പെർമിഷനൊന്നും വേണ്ട, അമ്മയാണ് ശ്രീനിവാസൻ്റെ എല്ലാം. താലി കെട്ടാതെ കല്യാണം ഇല്ല എന്ന് പറഞ്ഞപ്പോൾ അമ്മ പറഞ്ഞപ്പോൾ ഷീനിച്ചേട്ടൻ ആലോചിച്ച് എന്ത് ചെയ്യാമെന്ന്. അപ്പോൾ കണ്ണൂരിൽ IB ശശിയുടെ അതിരാത്രം എന്ന് പറഞ്ഞ സിനിമ ഷൂട്ടിംഗ് നടക്കുകയാണ്. നേരെ വച്ച് പിടിച്ചു അവിടേക്ക്, ലൊക്കേഷനിലേക്ക്. അവിടെ ചെന്ന് ആദ്യം അടുത്ത സുഹൃത്തായ മണിയമ്പിള്ള രാജുവിനെ കണ്ടു. മദ്രാസിൽ ഒന്നിച്ച് കിടന്നേല്ലേ. പിള്ളയോട് മാല വാങ്ങാനുള്ള വല്ല പൈസ കൈ ഇരിപ്പുണ്ടോ എന്ന് ചോദിച്ചാൽ 100 രൂപ പോലും മണിയമ്പിള്ളയുടെ കയ്യിലില്ല. അതാണ് സത്യം. മണിയമ്പിള്ള മമ്മൂട്ടിയോട് കാര്യം പറഞ്ഞു. മമ്മൂട്ടി ലെഫ്റ്റ് റൈറ്റ് അടിച്ചു ശ്രീനിവാസൻ. ഞാനിവിടെ ഉള്ളപ്പോൾ എന്നോട് ചോദിക്കാതെ മറ്റുള്ളവരൊക്കെ ചോദിക്കണം എന്തിനെന്നൊക്കെ പറഞ്ഞ് മമ്മൂട്ടി കുറേ ശകാരിച്ചു. അല്ല, നാളെ എൻ്റെ കല്യാണമാണ്, 2000 രൂപ ഒപ്പിക്കാനാണ് ഞാൻ വന്നത്, ഒരു മാല വാങ്ങിക്കണം, ഒരു താലിമാല. 2000 രൂപ മമ്മൂട്ടി കൊടുത്തു. ഞാൻ രാവിലെ രജിസ്റ്റർ ഓഫീസിൽ വരാം എന്ന് മമ്മൂട്ടി.
വരണ്ട എന്ന് ശ്രീനിവാസൻ. അതെന്താ എന്ന് ചോദിച്ചു. നിങ്ങൾ വന്നാൽ രഹസ്യ കല്യാണം കുളമാകും. ഒന്നാമത്തെ പ്രശ്നം വീട്ടുകാരെ അറിയാതെ കെട്ടുന്നതാണ്. മമ്മൂട്ടി വന്നാൽ പിന്നെ ശ്രീനിവാസൻ ആരും നോക്കാൻ? അന്ന് അങ്ങനെയല്ലേ ശ്രീനിവാസൻ ഇരിക്കുന്നത്. നിങ്ങൾ വന്നാൽ എൻ്റെ കല്യാണം കുളമാവും, വരണ്ട. ബന്ധുക്കളുടെ അങ്ങനെയാണ് പറഞ്ഞത്. എല്ലാവരും കല്യാണം ക്ഷണിക്കുന്നു, പക്ഷെ ആരും വരണ്ട. ശ്രീനിച്ചേട്ടൻ പറയുമായിരുന്നു, ഒരു ക്രിസ്ത്യാനി കൊടുത്ത കാശിൽ വിവാഹ സാരി വാങ്ങി, ഒരു മുസൽമാൻ കൊടുത്ത കാശിൽ കഴുത്തിൽ അണിയിക്കാനുള്ള താലിമാല വാങ്ങി. ഹിന്ദുവായി ജനിച്ച ശ്രീനിവാസൻ താലി കെട്ടി. ജാതിയെയും മതത്തെയും കളിയാക്കുമ്പോൾ ഒക്കെ അദ്ദേഹം ഇത് പറയുമായിരുന്നു, എന്ത് ജാതി എന്ത് മതം. എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത്, വർത്തമാന കേരളത്തിലെ, ആധുനിക കേരളത്തിലെ കുഞ്ചൻ നമ്പ്യാരാണ് ഷീനിച്ചേട്ടൻ എന്ന് ഞാൻ പറയും. കാരണം വയറിളകി പോകുന്ന പശുവിനെ നോക്കി കലക്കത്താണോ ഊണെന്ന് ചോദിച്ച കുഞ്ചൻ നമ്പ്യാരെ പോലെ സ്വന്തം പരിമിതികളെ, ലിമിറ്റേഷനുകളെ, അല്ലെങ്കിൽ സൗന്ദര്യമില്ലായ്മയെയൊക്കെ വിറ്റ് കാശാക്കിയ ആളാണല്ലോ ഷീനിച്ചേട്ടൻ. എൻ്റെ ഏതൊരു പ്രസംഗിക്കുമ്പോൾ എവിടെയോ 4-5 സുഹൃത്തുക്കളുമായിട്ട് മടങ്ങി ഒരു കാറിൽ തന്നെ എല്ലാവരും ഇവിടെ കയറ്റി വിട്ടു. വീടിൻ്റെ മുന്നിൽ കൊണ്ടുവന്ന് ഇറക്കിയപ്പോൾ ഷീനിച്ചേട്ടൻ ചോദിച്ചു, എൻ്റെ സെൻസർ ബോർഡിനെ കൂടി പരിചയപ്പെട്ടിട്ട് പോകാം എന്ന് പറഞ്ഞു. അപ്പോൾ എന്താ പറയേണ്ടത് എനിക്ക് തന്നെ അറിയില്ല. ഞാനിപ്പോൾ എങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടത്, എന്താണ് സംസാരിക്കേണ്ടത് എന്നൊക്കെ എൻ്റെ ഭാര്യയാണ് തീരുമാനിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എൻ്റെ സെൻസർ ബോർഡിനെ കണ്ടിട്ട് പോകാം. ഷീനിച്ചേട്ടൻ പറയുന്ന ഒരു മനോഹരമായ ഒരു കമൻ്റ് ഉണ്ട്. മരച്ചില്ലയിലിരിക്കുന്ന ഒരു പക്ഷിയും ഒരിക്കലും ഒന്നും ആലോചിക്കാറില്ല. താനിരിക്കുന്ന ചില്ല ഉണങ്ങിയതാണോ പച്ചപ്പുള്ളതാണോ അതൊന്നും ആ പക്ഷി ആലോചിക്കുകയില്ല. കൊമ്പൊടിയുമോ എന്ന ചിന്തയൊന്നും ആ പക്ഷിക്കുണ്ടാവില്ല. കാരണം ആ പക്ഷി ആശ്രയിക്കുന്നത്, വിശ്വസിക്കുന്നത് അതിൻ്റെ ചിറകുകളെയാണ്. അല്ലാതെ ഉണങ്ങിയ ചില്ലയാണോ പച്ച ചില്ലയാണോ അതൊന്നും പക്ഷിക്ക് പ്രശ്നമില്ല. എൻ്റെ ചിറകുകൾ എന്നെ വിശ്വാസത്തിലെടുക്കുന്നതാണ് എന്നാണ് ഷീനിച്ചേട്ടൻ പറയുന്നത്. നാളെ നിങ്ങൾ പിറകിലേക്ക് ആലോചിക്കുമ്പോൾ നിങ്ങൾ ആലോചിക്കുന്നത് മൗനമായി കേട്ടിരുന്ന കാര്യങ്ങളാണ്. മെല്ലെ മെല്ലെ നിങ്ങൾ നടന്നുപോയ വഴികളെ ആകണം നിങ്ങൾ ആലോചിക്കുന്നത് എന്നാണ് ഷീനിച്ചേട്ടൻ പറയുന്നത്. ഇന്നലെകൾ മറക്കാത്തവനായിരുന്നു ശ്രീനിവാസൻ. ഇന്നലെകളിലെ ഒരാളെയും ശ്രീനിവാസൻ മറന്നിട്ടില്ല. ഞാൻ മുമ്പ് ഒരു എപ്പിസോഡിൽ പറഞ്ഞുകൊണ്ട് വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നില്ല. മെയ് ദിനം എന്ന് പറഞ്ഞ ഒരു സിനിമ എടുത്ത സത്യൻ എന്ന് പറഞ്ഞ AP സത്യൻ എന്ന് പറഞ്ഞ സംവിധായകൻ ഉണ്ടായിരുന്നു. അയാൾ ഹൊറൈസലിൽ ഞാൻ തലയണ മന്ത്രത്തിൻ്റെ ഇൻ്റർവ്യൂ നടന്നുകൊണ്ടിരിക്കുമ്പോൾ വരികയും പെട്ടെന്ന് അയാൾ എന്നെ കണ്ടപ്പോൾ ഒന്ന് ചമ്മിയും ചെയ്തു. ഇരിക്കാൻ പറഞ്ഞിട്ട് അയാൾ ഇരുന്നില്ല. ഷീനിച്ചേട്ടൻ സൂട്ട് റൂമിനകത്തേക്ക് പോയി ഒരു ചുരുള് നോട്ട്, 500 നോട്ട് എടുത്തിട്ട് വന്ന് അയാൾ കൊടുത്തു. 500-ൻ്റെയോ 100-ൻ്റെയോ ഒരു റോള്, മിനിമം ഒരു 5000 രൂപ വരും. അത് വാങ്ങിയിട്ട് അയാൾ പറഞ്ഞത് ഏറ്റവും പെട്ടെന്ന് തരാമെന്നാണ്. കാര്യങ്ങൾ നടക്കട്ടെ സത്യം അപ്പയ്ക്കോ എന്ന് പറഞ്ഞു. സത്യൻ കഥേൻ്റെ അവിടെ പോയി വന്നിട്ട് ദിനേശയെ കാണാമേ എന്ന് പറഞ്ഞിട്ട് പോയി. ആ പോയ പോക്കിൽ പിന്നെ അറിയുന്ന വാർത്ത സത്യൻ മരിച്ചു എന്നാണ്. അതുപോലെ തന്നെ നമ്മുടെ മീശമാധവനിലെ പട്ടാളം പുരുഷനില്ലേ ജെയിംസ്, പിന്നെ മുൻഷിലുള്ള ഇങ്ങനെ വേണുല്ലേ, വേണു, ഇങ്ങനെ ആർക്കും വേണ്ടാത്ത പാർശ്വവൽക്കരിക്കപ്പെട്ടു പോകുന്ന ആൾക്കാരായിരുന്നു ഷീനിച്ചേട്ടൻ്റെ സുഹൃത്തുക്കൾ. വേണുവിൻ്റെ പ്രശസ്തമായ ഒരു കഥ ഞാൻ പറഞ്ഞിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. ഷീനിച്ചേട്ടൻ്റെ നിന്നൊരു സുഹൃത്ത് 50,000 രൂപ വാങ്ങി. അവധി പറഞ്ഞു പോകണമല്ലാതെ കിട്ടുന്നില്ല. അങ്ങനെ ആ കാശ് വാങ്ങിയെടുക്കാൻ ജെയിംസിനെ ഏൽപ്പിച്ചു. ഒരു കരാറിലാണ് ഏൽപ്പിച്ചത്. ആ 50,000 രൂപ വാങ്ങി തന്നാൽ, കാരണം ആ കടം വാങ്ങിയവനെയും ജെയിംസിനറിയാം. ആ 50,000 രൂപ വാങ്ങി തന്നാൽ അതിൽ 25,000 രൂപ ജെയിംസിന്, 25,000 രൂപ എനിക്ക് തന്നാൽ മതി. അപ്പം ജെയിംസിന് സന്തോഷം. ദിവസങ്ങളും ആഴ്ചകളും മാസങ്ങളും കടന്നുപോയി, ഒരു വിവരവുമില്ല. അങ്ങനെ എവിടെ വെച്ച് ജെയിംസിനെ കണ്ടു. അപ്പോൾ എന്താ ഈ ജെയിംസെ നമ്മൾ പറഞ്ഞ കാര്യം എന്നിട്ട്, അല്ല അത് ഞാൻ കാര്യമായിട്ട് മുമ്പോട്ട് കൊണ്ടുപോവുകയാണ്. ഇപ്പോൾ അവൻ ഒരു 25,000 രൂപ തന്നുള്ളൂ, അതാണ് ഞാൻ വിളിക്കാത്തത്. അവൻ 25,000 രൂപ തന്നു. അതെന്ത് ചെയ്തു? അത് ഞാൻ എടുത്തു. അതെന്താ? അല്ല 50,000-ലെ പകുതി എനിക്കല്ലേ, ആ പൈസ ഞാൻ എടുത്തു. ബാക്കി 25,000 രൂപ ഷീനിച്ചേട്ടന് വാങ്ങിക്കൊടുത്തോ എന്ന് എനിക്കറിയില്ല. പിന്നെ ഞാൻ ഷീനിച്ചേട്ടനോട് ചോദിച്ചിട്ടില്ല. ഇങ്ങനെയുള്ള രസകരമായി വേണു ആചാര്യം നടക്കുമ്പോൾ എന്നോട് ശ്രീനിവാസൻ മാറ്റി നിർത്തിയിട്ട് വന്നു, ദിനേശേ വേണുവിനെ അവരുണ്ട്. ഞാൻ പറഞ്ഞു പിന്നെ മുൻഷിലൊക്കെ ഉള്ളതല്ലേ, എന്തെങ്കിലും ഒരു വേഷം. ഇങ്ങനെയുള്ളവർക്കാണ് പുള്ളി വേഷം വാങ്ങിച്ചു കൊടുക്കുന്നത്. അങ്ങനെ
പുള്ളി പറയാത്ത ഒരാളിന് വേഷം കൊടുത്താൽ ഭയങ്കരമായിട്ട് പുള്ളി ചൂടാവുന്ന ഒരു രംഗത്തിൻ്റെ സാക്ഷിയാണ് ഞാൻ. സ്വയംവരപ്പന്തൽ നടക്കുകയാണ്, പുള്ളിയാണല്ലോ സ്ക്രിപ്റ്റ്. അപ്പോൾ ജയറാമിന് 3 സഹോദരിമാരാണല്ലോ, ഒരു ആണല്ലേ ഉള്ളൂ. അതിൽ ഏറ്റവും ഇളയവൾ മഞ്ജു പിള്ളയാണ്. മഞ്ജു പിള്ളയുടെ ഭർത്താവ് തിരുവനന്തപുരത്ത് സെക്രട്ടറിയിലെ ഉദ്യോഗസ്ഥനാണ്. മാസത്തിലൊരിക്കലേക്കാണ് വീട്ടിൽ വരുന്നത്. ഈ ക്യാരക്ടർ വലിയ താരങ്ങളൊന്നും വേണ്ട, കുറച്ചല്ലേ ഉള്ളൂ, ആരെങ്കിലും ഒരാളെ വെച്ചാൽ മതി എന്ന് പറഞ്ഞ് പലരെയും കൊണ്ടുവന്ന് കാണിച്ചു. പലരുടെയും പല കാര്യങ്ങൾ പറഞ്ഞ് ഷീനിച്ചേട്ടൻ മാറ്റി. അപ്പോൾ എൻ്റെ വലയത്തിലെ നായകനായിരുന്നു ജയകൃഷ്ണൻ. ജയകൃഷ്ണൻ ഇങ്ങനെ നിരന്തരമായി എന്നെ വിളിക്കുകയാണ്, ചേട്ടാ എന്തെങ്കിലും ഒരു വേഷം, എന്തെങ്കിലും ഒരു ഷോട്ട് മതി. അപ്പം ഞാൻ ജയകൃഷ്ണനെ ഗുരുവായൂർ തൃശ്ശൂർ വരാൻ പറഞ്ഞു. ആദ്യം ഹരികുമാറിനെ പരിചയപ്പെടുത്തി. ഹരികുമാറിന് ഓക്കെ, ഇയാൾ മതി. നേരെ ഷീനിച്ചേട്ടൻ്റെ അടുത്തോട്ട് ചെന്നു. നല്ല സ്വീകരണം. എല്ലാം കഴിഞ്ഞിട്ട് പറഞ്ഞു, ദിനേശേ, ഈ സ്വയംവരപ്പന്തലിൽ ഇപ്പം നിങ്ങൾ പറയുന്ന ഈ പർട്ടിക്കുലർ വേഷമില്ലേ മഞ്ജുവിൻ്റെ ഭർത്താവ്, അത് വന്നു പോകുന്ന ഒരു വെറും വേഷമാണ്, അതൊന്നും കൊടുത്ത് ഈ ചെറുപ്പക്കാരനെ നശിപ്പിക്കരുത്. ഞാൻ അടുത്ത് എഴുതുന്ന സ്ക്രിപ്റ്റ് എഴുതുന്ന പടത്തിൽ ഒരു വലിയ വേഷം കൊടുക്കാം എന്നൊക്കെ പറഞ്ഞ് ആ വേഷത്തിൽ നിന്ന് സ്ലിപ്പ് ചെയ്യിച്ചു. പുറത്തിറങ്ങിയ ജയകൃഷ്ണന് ഭയങ്കര സങ്കടം. ചേട്ടാ ഒരു ഷോട്ടെങ്കിൽ ഒരു ഷോട്ട്, എനിക്ക് അത് മതി. എന്തിനു പറയുന്നു, ഞാൻ ആ വേഷം ജയകൃഷ്ണനെ തന്നെ ഉറപ്പിച്ചു. അതിൽ ഷീനിച്ചേട്ടന് ചെറിയ കറുപ്പുണ്ടായിരുന്നു എന്നോട്. അപ്പോൾ ജയറാമിന് പെണ്ണ് കാണലും പെണ്ണുറപ്പിക്കലും ഒക്കെ ഒരു പാട്ടിലൂടെയാണ്. ആ പാട്ടിൽ 2 ഷോട്ടോ 3 ഷോട്ടോ മഞ്ജു പിള്ളയും ജയകൃഷ്ണനും ഈ സഹോദരിമാരുടെ മക്കളും എല്ലാം കൂടെ ഷൂട്ട് ചെയ്തു. പാട്ട് എഡിറ്റ് ചെയ്ത് കണ്ടപ്പോൾ ഷീനിച്ചേട്ടൻ്റെ മുഖം കറുത്തു. എന്നോട് ചോദിച്ചു, ഈ ജയകൃഷ്ണൻ എന്ന് പറഞ്ഞ ആളിനെ പാട്ടിൽ ഉൾപ്പെടുത്താൻ ആര് പറഞ്ഞു? എന്നിട്ട് എന്ത്, അയാൾ തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിലല്ലേ, അയാളെങ്ങനെ വീട്ടിലെ ഈ ചടങ്ങിലൊക്കെ കാണും? ഞാൻ പറഞ്ഞു, ചേട്ടാ മഞ്ജു പിള്ള അടക്കമുള്ള 3 സഹോദരിമാർക്ക് ഒരു സഹോദരനല്ലേ ഉള്ളൂ. അയാൾക്ക് 100 കണക്കിന് വിവാഹം ആലോചിച്ചിട്ട് അവസാനം ഒരു കല്യാണം നിശ്ചയിക്കുമ്പോൾ ഈ സെക്രട്ടേറിയറ്റിൽ തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റുള്ളതും തൃശ്ശൂർ വരെ വരാൻ അര ദിവസം പോരെ ചേട്ടാ. അയാൾ വരാതിരുന്നാൽ അയാൾക്ക് എന്തോ കറുപ്പുണ്ടെന്ന് തോന്നില്ലേ, അതുകൊണ്ട് അയാൾ വരണമല്ലോ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ വക്കീലന്മാർ പറയും പോലെ പറഞ്ഞു ബാധിച്ച്. ദിനേശേ, ആരോടെങ്കിലും ഒരു താല്പര്യം ഉണ്ടെങ്കിൽ അതിനെ ഇതിൽ സിനിമയിൽ കുത്തിക്കയറ്റരുത് എന്നൊക്കെ പറഞ്ഞ് ഷീനിച്ചേട്ടനും കുറേ പറഞ്ഞു തന്നെ. ഞാൻ വിട്ടില്ല. ഞാൻ പറഞ്ഞു, എന്താണ് ആ ഭംഗി ചേട്ടൻ പറ. അയാൾക്ക് 3 സഹോദരിമാരുണ്ടെങ്കിൽ ആ 3 സഹോദരിമാരുടെ ഭർത്താക്കന്മാരും ആ ചടങ്ങിൽ പങ്കെടുക്കണം. 2 പേര് പങ്കെടുക്കുകയും ഒരാൾ കാണാതാവുകയും ചെയ്താൽ അയാളോട് പോയി അവനെന്ത് താല്പര്യമില്ലേ ഇതിൽ? അവൻ്റെ മുതൽ മുഴുവൻ അടിച്ചെടുക്കാൻ നിൽക്കുകയാണെന്നൊക്കെ തോന്നില്ല ചേട്ടാ. അവസാനം ഷീനിച്ചേട്ടൻ വഴങ്ങി. അങ്ങനെ എനിക്ക് കുറേ വഴക്ക് വാങ്ങി തന്ന ആളാണ് ജയകൃഷ്ണൻ. അതുപോലെ തന്നെ ആചാര്യൻ എന്ന് പറഞ്ഞ സിനിമ എടുക്കുമ്പോൾ ഈ സിനിമയിൽ വെള്ളം ചേർക്കുന്ന ഒരു പരിപാടിക്കും പിള്ള കിട്ടില്ല. 1 ഷെഡ്യൂളായി 2 ഷെഡ്യൂളായി 8 ഷെഡ്യൂളായി ഇങ്ങനെ കിടക്കുകയാണ് വർഷങ്ങളായി ആചാര്യൻ. പൈസ ഇല്ല, ആക്സിഡൻറ്റുകൾ, ഒരുപാട് സംഭവ പരമ്പരകൾ. അങ്ങനെ ഒരു ഷെഡ്യൂൾ വെച്ചു. ഏതോ സെറ്റിൽ നിന്ന് ശ്രീനിവാസൻ വന്നിരിക്കുകയാണ് 3 ദിവസത്തേക്ക്. ഒരു ദിവസം നന്നായിട്ട് നടന്നു, 2ാം ദിവസവും നന്നായിട്ട് നടന്നു, 3ാമത്തെ ദിവസം 3 ഷിഫ്റ്റാണ്. രാവിലെ 6 മണി മുതൽ ഒരു ലോഡ്ജിൽ ചിത്രീകരിക്കണം, അവിടുന്ന് വേറൊരു വീട്ടിലേക്ക് പോയി ഫ്ലാറ്റിൽ പോയി ചിത്രീകരിക്കണം. അത് കഴിഞ്ഞ് രാത്രി ഇവിടെ സെക്രട്ടേറിയറ്റിൻ്റെ എതിർവശത്തെ എക്സൈസ് കമ്മീഷണറുടെ ഓഫീസുണ്ട്, വലിയ പഴയകാല ഒരു കെട്ടിടമായിരുന്നു, ഇപ്പോൾ അത് പൊളിച്ച് കോൺക്രീറ്റ് ആക്കി. അവിടെയാണ് രാത്രി ഫൈറ്റ് തയ്യാറാമാഷ്. അപ്പോൾ എല്ലാം നമ്മൾ ചാർട്ട് ചെയ്തു. രാവിലെ കൃത്യമായി 5:30 ആയപ്പോൾ എല്ലാവരും അരിസ്റ്റോ ജംഗ്ഷനിലെ അരിസ്റ്റോ ലോഡ്ജിലെത്തി. ലൈറ്റപ്പും കാര്യങ്ങളും നടന്നു. ഷീനിച്ചേട്ടൻ വന്ന് മേക്കപ്പ് ചെയ്യുന്നു, എല്ലാം കറക്റ്റ് ഓക്കെ. ഒരു അനോണിമസ് കോൾ കിട്ടിയിട്ട് ഷീനിച്ചേട്ടൻ വരുന്നതാണ് സീൻ. ഒരു മോപ്പിഡിൽ മഞ്ഞ തൊപ്പിയൊക്കെ വെച്ച് ഷീനിച്ചേട്ടൻ വന്നിറങ്ങി കൗണ്ടറിൽ ചെല്ലുന്നു. കൗണ്ടറിൽ ചെല്ലുമ്പോൾ കൗണ്ടറിൽ ഇരിക്കുന്ന പയ്യൻ വിളക്ക് കൊളുത്തുന്നു. അപ്പോഴാണ് ഇയാൾ ചോദിക്കുന്നത്, റൂം നമ്പർ 118 കൂട്ടക്കൊല, ആത്മഹത്യ, അതിൻ്റെ പറ്റിയൊക്കെ ചോദിക്കുക. അങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല. ആരെ പറ്റിച്ചാണ്? ജഗദീഷ് കുമാർ പറ്റിക്കുന്നതാണ്. ഇവരും ഈ കൗണ്ടറിൽ നിൽക്കുന്ന പയ്യനുമായിട്ട് ഉടക്ക് നടക്കുന്നതിനിടയിൽ, ആ ബഹളത്തിനിടയിൽ അകത്തു നിന്നും ഒരു നല്ല ആചാനുബാഹുവായ ഒരാൾ പല്ല് തേച്ചോണ്ട് നടന്നു വരും. ഇത് കേട്ട് ആ പല്ല് തേച്ച പതയെല്ലാം വാക്കിയത്ത് വെച്ചോണ്ട് കൗണ്ടറിൽ നിൽക്കുന്ന അയാളെ വാക്കി നിൽക്കും. അല്ല, ഇതാ എവിടെ നിന്നാ രാവിലെ കുറ്റി പറിച്ചോണ്ട് വന്നിരിക്കുന്നു. ഇവിടെ കൂട്ടക്കൊല നടന്നു ഏതോ റൂമിൽ. അയാൾക്കിപ്പോൾ ഡെഡ് ബോഡി കാണണമെന്ന് പത്രക്കാരനെന്നാണ് പറയണത്. അപ്പോൾ അയാൾ ഇങ്ങനെ ഇയാളെ നോക്കും. അതാണൊരു സീൻ. അപ്പോൾ ആദ്യത്തെ ഷോട്ട് എന്ന് പറയുന്നത് ഷീനിച്ചേട്ടൻ വന്നിറങ്ങി ട്രോളി ബാക്കിലേക്ക് പോകുമ്പോൾ ഷീനിച്ചേട്ടൻ കൗണ്ടറിൽ വരും. അവർ സംസാരിച്ചുകൊണ്ട് നിൽക്കും.
എന്നിട്ട് ട്രോളി വീണ്ടും അങ്ങോട്ട് പോകുമ്പോൾ ഇവിടുന്ന് ആ കോറിഡോറിൽ നിന്ന് ഈ പല്ല് തേച്ചുകൊണ്ട് ആൾ വരണം. വന്നിട്ട് അയാൾ ബ്രഷ് ചെയ്യുമ്പോൾ തന്നെ സംസാരിക്കും വേണം. നല്ല മസിലൊക്കെ ഉള്ള ഒരു ചെറുപ്പക്കാരനാണ്, ആചാരബാഹുവായ ഒരു ചെറുപ്പക്കാരൻ. വന്നു, റിഹേഴ്സലൊക്കെ ചെയ്തു, എല്ലാം ഓക്കെ ആണെന്ന് പുള്ളി പറഞ്ഞു. ഷൂട്ടിങ് തുടങ്ങി, ക്യാമറ ഓടി. അന്ന് ഫിലിമാണല്ലോ. ഷിനിച്ചേട്ടൻ വന്നിറങ്ങി, അകത്ത് കയറി, കൗണ്ടറിൽ ചോദിച്ചു, വെള്ളമായി, ട്രോളി പോയി, മറ്റവൻ എൻട്രി ആയി. അവൻ ചോദ്യം ചോദിക്കും, പല്ല് കേൾക്കില്ല, പല്ല് ഓടക്കുള്ളിലോ ഇങ്ങനെ ചെയ്യും, കട്ട്. അടുത്ത് വീണ്ടും കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു, എല്ലാം അയാൾ സമ്മതിച്ചു. ക്യാമറ ഓടി, അയാൾ വന്നു, പല്ല് തേക്കും, ചോദിക്കില്ല. ഇങ്ങനെ എത്ര ഷോട്ട് പോയെന്ന് എനിക്കിപ്പോൾ ഓർമ്മയില്ല, 10-12 ഷോട്ട് പോയി, ടേക്ക് പോയി. അവസാനം ഷീനിച്ചേട്ടൻ ഭയങ്കരമായി നെർവസായി. ഷോട്ടൊക്കെ ഷീനിച്ചേട്ടൻ കട്ട് പറയാൻ തുടങ്ങി. കാരണം ഇയാൾ പാതി വഴിയിൽ കൊളാവുകയാണ്. ഓരോ ഷോട്ട് ഇല്ലാതാവും തോറും അയാൾ വിറയ്ക്കുകയാണ്, ആത്മവിശ്വാസം നഷ്ടപ്പെടുകയാണ് അയാളുടെ. ആകെ പ്രശ്നമായി. അവസാനം മുറിച്ച് ഷോട്ട് അടിക്കേണ്ടി വന്നു. ഒറ്റ ഷോട്ടിൽ നിൽക്കില്ലാന്ന് മനസ്സിലായി. ഈ ഷോട്ടുകളെല്ലാം എടുത്തു കഴിഞ്ഞപ്പോൾ ഷീനിച്ചേട്ടൻ പറഞ്ഞു, തന്നെ ഇനി എവിടെയെങ്കിലും ഒരു ഷൂട്ട് സെറ്റ് ഞാൻ കണ്ടാൽ അവിടെയായിട്ട് ഞാൻ തല്ലും, ആളുകളെ ബുദ്ധിമുട്ടിക്ക് ഇറക്കിയിരിക്കും എന്നൊക്കെ പറഞ്ഞു. രാവിലെ 10 മണിക്ക് മുമ്പ് തീർന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോണ്ട് ഫ്ലാറ്റിൽ പോകേണ്ടതാണ്. ഉച്ചയ്ക്ക് 1 മണി വരെ പല്ല് വെച്ച് ഇയാൾ. അങ്ങനെ ഷീനിച്ചേട്ടൻ ഭയങ്കരമായിട്ട് അലറി സംസാരിച്ചു. രാത്രി ഫ്ലാറ്റിലും കഴിഞ്ഞിട്ട്, ഷീനിച്ചേട്ടൻ്റെ ഫ്ലാറ്റാണ്, ശാരിയാണ് ഭാര്യ. ഫ്ലാറ്റിൽ ലൈറ്റ് പടന്നുകൊണ്ടിരിക്കുമ്പോൾ ഷീനിച്ചേട്ടൻ വന്നിറങ്ങി. അവനിങ്ങനെ റെഡിയായിട്ട് വന്നു, ത്യാഗ രമേഷ് സംഘം എല്ലാം ഉണ്ട്. അപ്പോഴാണ് അറിയുന്നത് രാവിലെ പല്ല് വെച്ചുകൊണ്ട് നടന്നവൻ എക്സൈസ് കമ്മീഷണറാണ്, ഈ ഓഫീസിൻ്റെ ഹെഡാണ്. ആ ഓഫീസിലാണ് ഷൂട്ടിംഗ് തരാം. ഇയാൾ വിചാരിച്ചാൽ കിട്ടില്ല. അയാൾ പറയണേ, എന്നെ ശ്രീനിവാസൻ ചീത്ത വിളിച്ചു, ഞാൻ തരില്ല എന്ന് പറഞ്ഞാൽ അന്ന് ഷൂട്ടിംഗ് മുടങ്ങും. അപ്പോൾ ഷീനിച്ചേട്ടൻ്റെ ഒരു ചിരി കാണണമായിരുന്നു അയാളെ നോക്കി. രാവിലെ പറഞ്ഞൊന്നും കാര്യമാക്കണ്ട കേട്ടോ, കുറച്ചുകൂടി ശ്രദ്ധിച്ചാൽ മതി, നന്നാവും എന്നൊക്കെ പറഞ്ഞ് അത് സോൾവ് ചെയ്തു. ഇപ്പോൾ ഈ അടുത്ത കാലത്ത് ഷീനിച്ചേട്ടൻ തന്നെ ഒരു മെസ്സേജ് കൊടുത്തു ഏതൊരു അഭിമുഖത്തിൽ. പുകവലി എന്നെ ഒരു രോഗിയാക്കി, അത് നിങ്ങളെയും കവർന്നേക്കാം. പെട്ടെന്ന് ഹെൽത്ത് ഡൗൺ ആകാൻ കാരണം, എൻ്റെ ഹെൽത്ത് ഡൗൺ ആകാൻ കാരണം പുകവലിയാണ്. ഈ അനാരോഗ്യകാലത്തും ഒരു സിഗരറ്റ് ആരെങ്കിലും വെച്ച് നീട്ടിയാൽ ഞാൻ വാങ്ങി വലിക്കും, അത്രയ്ക്ക് അഡിക്റ്റായിപ്പോയി ഞാൻ. പലതവണ വലി നിർത്തി, പിന്നെയും വലിച്ചു കൂട്ടി. ഒരു ദിവസം 40 സിഗരറ്റിലധികം വലിക്കുമായിരുന്നു ഷീനിച്ചേട്ടൻ. അതാണ് ഈ അകാലത്തിൽ പോകാനുള്ള പ്രധാന കാരണങ്ങളിൽ ഒന്ന്. ഏതോ ഒരു സുഹൃത്താണ് ഒരു ഡോക്ടറെ കാണാൻ പറഞ്ഞു. നിങ്ങൾക്ക് ഇങ്ങനെ നിങ്ങളുടെ മുഖത്തൊക്കെ നോക്കുമ്പോൾ ചില്ലറ പ്രശ്നങ്ങളുണ്ട് കേട്ടോ, നിങ്ങളൊന്ന് ഒരു ഡോക്ടറെ കാണുമെന്ന് നിർബന്ധിച്ചു. അപ്പോൾ പോയി ഒരു ഡോക്ടറെ കണ്ടു, എക്സ്റേ എടുത്തു, സ്കാനിങ്ങും ഒക്കെ നടത്തി. റിപ്പോർട്ട് കിട്ടുമ്പോൾ ഷീനിച്ചേട്ടൻ തന്നെ അതിൽ നോക്കിയിട്ട് ചോദിച്ചു, എൻ്റെ ശ്വാസകോശം എവിടെ ഇരിക്കുന്നു എന്ന് കണ്ടെത്താനായില്ല. അതിലൊന്നുമില്ല, പുക മാത്രമേ ഉള്ളൂ. 35-40 വയസ്സ് കഴിയുന്ന സ്നേഹിതന്മാരെ നിർത്തണം ഈ ശീലമെന്നാണ് ഷീനിച്ചേട്ടനെ മുന്നിൽ നിർത്തിക്കൊണ്ട് എനിക്ക് പറയാനുള്ളത്.